ഹായ് ഫ്രണ്ട്സ്, വിക്രത്തിൻ്റെയും വേദയുടെയും ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശീനെ പത്മ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും എല്ലാവരും കൂടെ ഇങ്ങനെയൊക്കെ ചെയ്ത് എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചില്ലേ, അമ്മ എന്ത് പണിയാണ് കാണിച്ചത്, അവൾ ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ, അപ്പോഴേക്കും അവളെ പറഞ്ഞയച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അവളുടെ ജീവിതം മാത്രമല്ലല്ലോ എൻ്റെ ആങ്ങളുടെ ജീവിതം കൂടെ നശിച്ചില്ലേ, ദർശൻ ഇപ്പോൾ അവളെ മാത്രം വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കുക. എൻ്റെ അച്ഛനും അമ്മയും ദർശനും എല്ലാവരും മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്നാലും മുത്തശ്ശി എന്തിനാണ് അവളെ ബാഗ് കൊടുത്തയച്ചതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ കൊടുത്തയച്ചതല്ല, നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ, ഇതൊക്കെ ഒരു നിയോഗമാണ്, ഞാൻ അവളോടൊന്നും പറഞ്ഞിട്ടില്ല, അവൾ രാത്രി മുഴുവനും ആ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അവൾക്ക് ഈ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും എന്നാണ് അവൾ പറഞ്ഞത്, അത് പ്രകാരമാണ് അവൾ പോയത് എന്നൊക്കെ പറയാണ് കേട്ടോ. മുത്തശ്ശി എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാണ്. ഈ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ശരി അവൾ പോകാൻ തീരുമാനിച്ചു, മുത്തശ്ശി എന്തുകൊണ്ട് അവളെ കൊണ്ട് പോകുമ്പോൾ ഈ വീട്ടിലുള്ളവരോട് ഒരു വാക്ക് പറഞ്ഞില്ല, അത് മുത്തശ്ശി ചെയ്ത തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി ഒന്നും വേണ്ടാതെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അതെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇത് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെയൊക്കെ നശിച്ചു പോയില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ എങ്ങനെ കഴിയേണ്ട കുട്ടിയാണെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പറയേണ്ട, ഇതൊക്കെ ദൈവത്തിൻ്റെ നിയോഗമാണെന്നൊക്കെ പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ഇതിലൊക്കെ ദൈവത്തിന് എന്ത് റോളാണ് മുത്തശ്ശി ഉള്ളത്, ദർശനേട്ടൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്കിയേ, ആ ചേട്ടനുമായിട്ട് ജീവിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ സ്വസ്ഥമായിട്ട് ജീവിച്ചൂടെ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ എല്ലാവർക്കും എല്ലാവരുടെ ജാതകത്തിലും ചെറിയ ദോഷ സമയങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അവനൊരു ഗുണ്ടയാണ്, ക്രിമിനലാണെന്നൊക്കെ പറയാൻ കേട്ടോ. പക്ഷെ അവൻ നല്ല സ്നേഹമുള്ള മനുഷ്യനാണെന്ന് വേദ കണ്ടെത്തി കഴിഞ്ഞു മോനെ എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നെ കുറച്ച് ക്രിമിനലിൻ്റെ ഇടയിൽ നിന്ന് അവളെ രക്ഷിച്ചതാണോ അവൻ ചെയ്തിട്ടുള്ള നന്മ, അത് മറ്റുള്ളവരെ അവൻ്റെ വീട്ടിലെ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ അവൻ അത് തന്നെ ചെയ്യുള്ളൂ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ശ്രീരാമൻ വനവാസം ചെയ്തതും മറ്റേ പരശുരാമൻ്റെ കാര്യമൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, പഴഞ്ചൊല്ലുകളും മറ്റേ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛന് ദേഷ്യം വന്നിട്ട് അച്ഛൻ പറയാണ്, ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മ ഈ കാര്യങ്ങളൊന്നും പറയേണ്ട ഇവിടെ, അമ്മ ഇങ്ങനെ പറഞ്ഞാണ് ഈ വീട് ഇങ്ങനെ ആക്കിയത്, അമ്മ പണ്ട് ചെറുതിലെ വേദനയും കൊണ്ട് നടക്കണ കാണുമ്പോൾ, വേദന സ്നേഹിക്കണ കാണുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു, പക്ഷേ ഇന്ന് അമ്മ അമ്പലങ്ങളിൽ മുഴുവൻ അവളെ കൊണ്ടുപോകുമായിരുന്നു, അതൊക്കെ എനിക്ക് സന്തോഷമായിരുന്നു, അവളുടെ മനസ്സൊന്ന് പ്യൂരിറ്റി ആവാനായിട്ട് ഇതൊക്കെ നല്ലതാണെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ അതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്നൊക്കെ പറയട്ടോ. അപ്പോൾ ശങ്കര നീ എന്തേ പറയുന്നത്, നിനക്കും അതൊക്കെ അന്ധവിശ്വാസങ്ങളായിരിക്കും, പക്ഷേ ഇതൊക്കെ ദൈവനിയോഗങ്ങളാണ് മോനെ എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ ശങ്കരൻ ദേഷ്യം വരാൻ കേട്ടോ, അമ്മ ഇനിയും ഒരക്ഷരം മിണ്ടി പോകരുത്, അമ്മയാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തിച്ചതെന്നൊക്കെ പറയട്ടെ. അപ്പോൾ ശ്രീകാന്ത് പറയും, അമ്മനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയല്ലേ, എന്നിട്ട് അവൾ ചെയ്തതോ ഇത്രയും വലിയൊരു തെറ്റ് അവളെങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും ഇനി പറയേണ്ട മോനെ, പറഞ്ഞിട്ട് കാര്യമില്ല, അവളുടെ ജീവിതം അവിടെയാണ്, അവരൊക്കെ നല്ലവർ തന്നെയാണ്, അവരെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശി അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇനി അവളെ പിടിച്ചു നിർത്താൻ ആരും ശ്രമിക്കേണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞെങ്കിലും അമ്മ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഞാൻ കരുതിയത്, പക്ഷേ ഇതൊക്കെ വെറും തെറ്റായിരുന്നു, അമ്മ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം അവളെ തിരിച്ചയക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്തും മുത്തശ്ശിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞയച്ചതല്ല, ഇതൊക്കെ അവളുടെ നിയോഗമാണെന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അച്ഛൻ ദേഷ്യം വരാൻ കേട്ടോ. അച്ഛൻ പറയുന്നത്, മതി ഇനഫ്, ഇതുവരെ ഉണ്ടായതൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്, ഇനി എല്ലാവരും ഇതിനെക്കുറിച്ച് പറഞ്ഞ് ചിന്തിച്ച് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, ഇനി അവൾക്ക് താഴെ ഇവിടെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട്, എനിക്ക് അവളുടെ ജീവിതം കൂടി ഈ കാര്യം പറഞ്ഞ് ഇല്ലാതാക്കാൻ എനിക്ക് ആഗ്രഹമില്ല എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് അമ്മ പറയാണ്, എല്ലാവരും അവളെ വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് അവളെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ അമ്മയെന്ന് ചോദിക്കുകയാണ്. ഇല്ല മോളെ, അവൾക്ക് നല്ലൊരു ജീവിതമാണ് ഭഗവാൻ നൽകിയിട്ടുള്ളത്, നീ നോക്കിക്കോ, അവൾ മറ്റുള്ളവരെക്കാളും നന്നായിട്ട് ജീവിക്കുന്നത് നമുക്ക് കാണാൻ ഇടവരും, ഭഗവാൻ അതിന് ഉള്ള നിയോഗം ഉണ്ടാക്കും, അവളെ അവനെ ഒരുമിപ്പിച്ചത് ഉമ്മയും മഹേശ്വരനാണ്, അപ്പോൾ ഒരിക്കലും അവർ വേദനിക്കില്ല, അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പത്മത്തിനോട് പറയാൻ കേട്ടോ.
പിന്നീട് കാണിക്കുന്നത് അവിടെ ഹാളിൽ ഇങ്ങനെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ വേദ. തിരിഞ്ഞു നോക്കുമ്പോൾ മഹാദേവൻ്റെ ഒരു വിഗ്രഹം കാണുന്നുണ്ട്. അപ്പോൾ ആ വിഗ്രഹത്തിൻ്റെ നേരെ തിരിഞ്ഞിരുന്നിട്ട് ഭഗവാന്റെ മുന്നിൽ കരഞ്ഞ ഓരോ കാര്യങ്ങൾ പറയാണ്. ഇന്നലെ വരെയും ഉണ്ടായിരുന്നൊരു ജീവിതമല്ല, ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൻ്റെ മറ്റൊരു തല നീ എനിക്ക് കാണിച്ചു തന്നു. ഇന്നലെ വരെ എനിക്ക് എൻ്റെ അച്ഛനുണ്ടായിരുന്നു, മുത്തശ്ശി ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, എൻ്റെ അനിയത്തി ദീപ്തി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു, എന്നെ സ്നേഹിക്കാനും ആരില്ല. പക്ഷേ എന്തായാലും ഈ ജീവിതം തന്നെയാണ് എൻ്റെ ജീവിതം എന്ന് ഞാൻ തിരഞ്ഞെടുത്തു എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നതിൽ. അപ്പോൾ ഭഗവാന്റെ അടുത്ത് അങ്ങനെ ഓരോന്നും പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനെടുത്ത തീരുമാനം തെറ്റാണോ എന്ന് എനിക്കറിയില്ല, ശരി തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. ഈ സമയത്ത് അകത്ത് വിക്രമാണെന്നുണ്ടെങ്കിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല, ഉറക്കവും കിട്ടുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വെറുക്കുന്നുണ്ട്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, അതിന് പകരമായിട്ടുള്ള ഞാൻ അവൾ വീട്ടിൽ കൊണ്ടാക്കിയത്, എന്നിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നിരിക്കുന്നവള് എന്നൊക്കെ പറയാം കേട്ടോ. ഈ സമയത്ത് കൊച്ചേട്ടനും നന്ദിനിയും കൂടെ വരികയാണ് കേട്ടോ. അവരെ കാണുമ്പോൾ അങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ വിക്രം. അപ്പോൾ പറഞ്ഞു, നിൻ്റെ മുഖം എന്താ വിഷമിച്ചിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അതേ ഒന്ന് മിണ്ടാണ്ട് പോയിക്കോട്ടെ, അല്ലാണ്ട് തന്നെ എനിക്ക് വട്ട് പിടിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയാം കേട്ടോ. ഇതേ അവൾ തിരിച്ചു വന്നതേ വെറുതെ ഒന്നും ആണെന്ന് നീ വിചാരിക്കേണ്ട, അവൾക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവും. ലക്ഷ്യമോ, എന്ത് ലക്ഷ്യം എന്ന് ചോദിക്കാൻ കേട്ടോ. അതല്ലടാ, നീ അവളെ നിർബന്ധമായിട്ട് കല്യാണം കഴിച്ചതല്ലേ, അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തിയിട്ടല്ലേ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്, അപ്പോൾ അതിൻ്റെ പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയതായിരിക്കും എന്നൊക്കെ നന്ദിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ അതിന് എരിവ് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. അത് ശരിയാണ്, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണ് ക്ഷമിക്കൂല എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നന്ദിനി പറയും, നിന്നോട് അവൾ പ്രതികാരം വീട്ടാൻ തന്നെ വന്നിരിക്കുന്നതാണ്, നീ കരുതിയിരുന്നോ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ വിക്രത്തിന് കൂടുതൽ ദേഷ്യം വരികയാണ്. നിങ്ങളെല്ലാവരും കൂടെ എന്നെ വട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ കുത്തി എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ വിക്രത്തിന് ദേഷ്യം വന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കട്ടിലിങ്ങനെ ഇട്ട് കുത്തുന്ന കാണുമ്പോഴേക്കും നന്ദിനിക്ക് പേടിയാവട്ടെ. അപ്പോൾ നന്ദിനി പറയും, അതെ നീ സമാധാനമായിരിക്കും, നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പോകുകയാണ് കേട്ടോ അവിടെ നിന്ന്. അപ്പോഴും വിക്രത്തിന് ഇങ്ങനെ ദേഷ്യം മാറാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കം വരുന്നില്ല, അവിടെ ഇവിടെയൊക്കെ കൊതുകടിക്കാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ സ്ഥലത്തും. പിന്നീട് ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ്. ഈ സമയത്താണ് ശ്രീജ വരുന്നത് അതിൽ. അപ്പോൾ ശ്രീജയ്ക്ക് മനസ്സിലാവട്ടെ കൊതുകടിച്ചിട്ട് ഇരിക്കാനോ എടുക്കാനോ ഒന്നും വേദയ്ക്ക് പറ്റുന്നില്ല എന്നുള്ളത്. ഈ സമയത്ത് വിക്രമാണെന്നുണ്ടെങ്കിൽ എഴുന്നേൽക്കാണ് കേട്ടോ. വിക്രത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല. അതിനുശേഷം വെള്ളം എടുക്കാനായിട്ട് നോക്കുമ്പോൾ വെള്ളം ഇല്ലാതാകുമ്പോൾ വേഗം തിരിച്ച് മറ്റേ വീട്ടിലേക്ക് തന്നെ വരികയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ വാതിൽ തുറന്ന് നോക്കുമ്പോൾ വേദ അവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ പോയിട്ട് വെള്ളം എടുക്കുന്നുണ്ട്. കുറച്ച് കുടിച്ചതിന് ശേഷം ആ കുപ്പിയിൽ വെള്ളം കൂട്ടിയിട്ട് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ കിടന്ന് ഉറങ്ങണ കാണുമ്പോൾ ഉറങ്ങാണ് അവള്. ബാക്കിയുള്ളവർ ഉറക്കം കെടുത്തിയിട്ട് അവൾ കിടന്ന് ഉറങ്ങാണെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പോകാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് കൊതുവിനെ അടിക്കണേ കാണട്ടോ. അപ്പോഴേക്കും വേദം എഴുന്നേക്കൂട്ടോ. വേണ്ട, ബഹുമാനം കാണിക്കാനായിട്ട് എഴുന്നേക്കൊന്നും വേണ്ട, അവിടെ തന്നെ ഇരുന്നോ. എന്താ നിനക്ക് വെള്ളം വേണോ? നീ വെള്ളം കുടിക്കാറില്ലല്ലോ, മറ്റുള്ളവരെ വെള്ളം കുടിപ്പിക്കാറില്ലേ ഉള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ വിക്രം. അതെ, ഇവിടുത്തെ കെടുപ്പും സുഖമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ കേട്ടോ. ഓടിട്ട വീടായതുകൊണ്ട് ഫാൻ്റെ ആവശ്യമില്ല, നല്ല തണവായിരിക്കും. പിന്നെ കൊതുവിൻ്റെ കടിയും കൊതുവിൻ്റെ പാട്ടുമൂളലും അതൊക്കെ കേട്ടിട്ട് നിനക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാം. നിൻ്റെ ലക്ഷറി ലൈഫ് പോലെയല്ലല്ലോ ഈ ലൈഫ്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം, 10 മിനിറ്റ് സമയം മതി, നിന്നെ ഞാൻ അവിടെ കൊണ്ടുവന്നാക്കി തരാം, ഇനിയും വൈകിട്ടില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് കൊതുവിനടിക്കുന്ന പോലെ അടിക്കാൻ വരാൻ കേട്ടോ. മുഖത്തടിക്കാനായിട്ട് നിൽക്കുകയാണ്, മുഖത്തടിക്കുന്ന പോലെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദ പറയുന്നു, ഇട്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എരന്ന് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുക എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയും, എരന്ന് വാങ്ങാനല്ലേടി ഞാൻ വന്നിരിക്കുന്നത്, നിന്നെ ഞാൻ തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിയുന്നൊക്കെ പറയാൻ കേട്ടോ. ഞാൻ മോശക്കാരനാണെങ്കിൽ ഭയങ്കര മോശക്കാരനാണെന്ന് പറയട്ടോ. അപ്പോൾ ഞാൻ അതിനേക്കാളും മോശക്കാരിയാണ്, വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇവിടെ ഞാൻ വിചാരിച്ച പോലെയല്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ശ്രീജ വരികയാണ് കേട്ടോ. നിങ്ങൾ എന്തിനാണ് ഒച്ചയെടുക്കണത്, അച്ഛന് ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല കേട്ടോ, വെറുതെ അച്ഛനെ ഒച്ച എടുപ്പിച്ച് ദേഷ്യപ്പെടണമെന്ന് പറയുമ്പോൾ വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും കേട്ടോ. അപ്പോൾ ശ്രീജി ആണെന്നുണ്ടെങ്കിൽ ഒരു കൊതുകുതിരി കത്തിച്ചിട്ട് വേദയ്ക്ക് കൊടുക്കുമ്പോൾ വേദയ്ക്ക് സന്തോഷമാവും കേട്ടോ. അപ്പോൾ താങ്ക് യു എത്തി എന്ന് പറയും കേട്ടോ. അപ്പോൾ ചിരിച്ചിട്ട് പോകും കേട്ടോ അവിടെ നിന്ന്. പിന്നീട് വേദ ഒരു കാര്യം ഓർക്കാണ് കേട്ടോ. അവരുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് മുത്തശ്ശി വന്നിട്ട് 4 സൈഡിലും തലണൊക്കെ വയ്ക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, എന്തിനാണ് മുത്തശ്ശി ഈ തലണൊക്കെ ഇങ്ങനെ വയ്ക്കുന്നത്, കുഞ്ഞുനാളിൽ എപ്പോഴും ഞാൻ ഒന്ന് വീണെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ എനിക്ക് എപ്പോഴും എൻ്റെ കുഞ്ഞല്ലേടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊഞ്ചിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെ ഓർക്കാണ് കേട്ടോ വേദ. പിറ്റേ ദിവസം രാവിലെ തന്നെ കമല ചായ ആയിട്ട് വരികയാണ് കേട്ടോ. ഒരു തുള്ളി ചായ പോലും കുടിക്കാതെയാണല്ലോ മാഷിന്ന് പറമ്പിലേക്ക് പോകുന്നതെന്ന് പറയും കേട്ടോ. ഒരു തരി ചായ കുടിക്കാൻ പോലും മനസ്സമാധാനം ഇല്ലാത്ത വീടായിട്ട് നമ്മളെ വീട് മാറിയല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ
അപ്പോൾ കമല പറയുന്നുണ്ട് ആ കുട്ടി അങ്ങനെ വെറുതെ ഒന്നും വന്നതല്ല, അവൾ വ്യക്തമായിട്ട് തീരുമാനിച്ചുറച്ചിട്ട് വന്നതാണെന്നൊക്കെ പറയട്ടോ. എന്തായാലും എൻ്റെ വിധി ഇങ്ങനെയൊക്കെയാണ്, ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിക്കാനായിരിക്കും ചിലപ്പോൾ യോഗം എന്നൊക്കെ പറയുമ്പോൾ കമല പറയുന്നുണ്ട്, എന്തിനാ മാഷി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, എനിക്ക് ശേഷക്രിയ ചെയ്യാൻ പോലും നല്ല ഒരെണ്ണം എനിക്ക് ഉണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ, അങ്ങനെ പറയാൻ പറ്റുമോ നിനക്ക്. അപ്പോൾ കമല പറയുന്നുണ്ട്, അതൊക്കെ ഇപ്പോഴല്ലല്ലോ മാഷിന് ഒരുപാട് കാലം ജീവിക്കാനുണ്ട്, ആ സമയത്തല്ലേ അതൊക്കെ മൂന്നിൽ ഒരാൾ നല്ല രീതിയിൽ തന്നെ ചെയ്തോളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ ശേഷക്രിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയോ, അച്ഛൻ്റെ സ്വപ്നങ്ങളും പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും മക്കളായിട്ടുള്ളവർ ഏറ്റെടുക്കുന്നതാണ്, അങ്ങനെ ഏറ്റെടുക്കാൻ പാകത്തിന് ഒരെണ്ണം പോലെ എനിക്ക് മക്കളായിട്ടില്ല എന്നൊക്കെ പറയട്ടോ. എന്തായാലും ആ കുട്ടി വന്ന് കയറിയപ്പോൾ ആ കുട്ടീനോട് ഞാൻ കരുണ കാണിക്കേണ്ട, ദയ കാണിക്കേണ്ട എന്നൊക്കെ പറഞ്ഞത് ആ കുട്ടീനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ആ കുട്ടി മനസ്സിലാക്കി തിരികെ പോയി അതിൻ്റെ ജീവിതം രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറയട്ടോ. അപ്പോൾ കമല പറയും, അതങ്ങനെ വെറുതെ ഒന്നും പോകൂല, അവൾക്ക് ആ താലിയിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ ഈ കാലത്തൊന്ന് പറയാൻ കേട്ടോ, ഏത് കാലത്തായാലും താലി തന്നെയല്ലേ മാഷ, ഈ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് വലിച്ചു പൊട്ടിക്കുമെന്ന് ചോദിക്കാൻ കേട്ടോ കമല. വാ എങ്കിലേ ആ പെൺകുട്ടിയുടെ മുന്നിലേക്ക് നമുക്ക് പോകാം, എന്നിട്ട് മാഷ് തന്നെ എൻ്റെ കഴുത്തിൽ താലി വലിച്ചു പൊട്ടിക്കി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഒന്നും വേണ്ടാ നിൽക്കുന്ന മാഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.